അന്ന് മരുഭൂമിയിൽ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവർ ആഗ്നേയ സർപ്പത്തിന്റെ ദംശനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ, സൗഖ്യം പ്രാപിച്ചെങ്കിൽ, ഇവിടെ കുരിശിൽ ഉയർത്തപ്പെട്ട കർത്താവിലേക്ക്, അവന്റെ സ്ലീവായിലേക്ക് നോക്കുന്നവർ പാപത്തിന്റെ ദംശനത്തിൽ നിന്ന്, പാപത്തിന്റെ വിഷത്തിൽ നിന്ന് അവർ മോചിതരാവുകയും സൗഖ്യം അനുഭവിക്കുകയും ചെയ്യുന്നു. അത് കർത്താവ് ഏറ്റവും നിസ്സാരമായതിനെ, മനുഷ്യൻ ഉപേക്ഷിച്ച് കളഞ്ഞതിനെ, തള്ളിക്കളഞ്ഞതിനെ, വെറുപ്പോടെ മാറ്റി നിർത്തിയതിനെ കർത്താവ് എടുത്ത് ഉയർത്തി രക്ഷയുടെ അടയാളമാക്കുന്നതിൻ്റെ സൂചനയാണിത്. ശരിക്കും അവിടെ നമുക്കുള്ള തിരിച്ചറിവെന്നറിയാമോ? നമുക്കൊക്കെ ഇത് പ്രാർത്ഥിക്കാൻ പറ്റും. ഇങ്ങനൊരു പ്രാർത്ഥന ഉയർത്തണം. അതായത്, കർത്താവെ, ഒത്തിരി കുറവുകളുള്ള ഒരാളാണ് ഞാൻ, ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒത്തിരി കുറവുകളുള്ള ഞാനാണ്. ഒരുപാട് പേരാൽ വെറുക്കപ്പെടുന്നുണ്ട്. ഇഷ്ടക്കേടിൻ്റെ പാത്രമാണ് ഞാൻ. വലിയ കഴിവോ മേന്മയോ അവകാശപ്പെടാനില്ല ദൈവമേ. പക്ഷെ ഞാൻ അറിയുന്നു, പിച്ചള